ഹായ്. അങ്ങനെ കൂലി ഇറങ്ങിയിരിക്കുകയാണ്. ഖത്തറിൽ 1.5 മണിക്കുള്ള ഷോയിനാണ് പോയിട്ട് കണ്ടിട്ട് ഇപ്പോൾ അത് എത്തിയിട്ടത്ര. എക്സ്പെക്റ്റേഷനൊന്നും വേണ്ട, ചുമ്മാ പോയിട്ടിരിക്കുക, കാണുക, വരിക, അത്രേ പറയാനുള്ളൂ. കാരണം അറൗണ്ട് ഒരു 3 മണിക്കൂറിനടുത്ത് പടമുണ്ട്. ഹെവി പടമൊന്നുമല്ല, ഒരു നോർമൽ പടം. രജനീകാന്തിനെ എങ്ങനെ ലോകേഷ് യൂസ് ചെയ്യുന്നു അത് കാണാനുള്ളൊരു ആവേശം ഉണ്ടായിരുന്നു. ആളുടെ ഏജിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഓക്കെ. പക്ഷേ പടം ഫസ്റ്റ് ഹാഫ് വലിയ എയിമില്ല, സെക്കൻഡ് ഹാഫ് രണ്ട് മൂന്ന് സ്ഥലം കൊള്ളാം. പിന്നെ ക്യാമിയോ അറിയാമല്ലോ, അമീർ ഖാൻ. അത്ര ഹെവി സാധനമൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ രസമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. സൗബിൻ മുഴുനീളമുണ്ടെങ്കിലും എനിക്ക് വലിയ എയിമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഒരു എന്താ പറയുക, ആൻറ്റി ഹീറോ എലമെൻറ്റ് അത്ര ഹെവി ആയിട്ടൊന്നും പഞ്ചായിട്ട് തോന്നിയിട്ടില്ല. പിന്നെയുള്ളത് ഉപേന്ദ്ര റാവുവിൻ്റെ ഒരു ക്യാമിയോ, അത് നന്നായിട്ടുണ്ട്. ഒരു ലേഡി ഉണ്ട്, അത് നന്നായിട്ടുണ്ട്. ശ്രുതി ഹാസൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും വലിയ മോശമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നോർമൽ കഥ വലിയ കാര്യമായിട്ടൊന്നുമില്ല. സ്ക്രീൻ പ്ലേ ഒന്നും വലിയ മെച്ചമൊന്നുമില്ല. ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ കണ്ടു നോക്ക്, അടിപൊളിയാണെന്ന് ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയും. കൊള്ളൂലെങ്കിൽ കൊള്ളൂലെന്ന് പറഞ്ഞോ. എന്തായാലും ധൃതി പിടിച്ചിട്ടൊന്നും പോയിട്ട് കാണേണ്ട പടമൊന്നുമില്ല. സൗകര്യം കിട്ടുമ്പോൾ 23 റിയാൽ ചിലവാക്കാൻ പറ്റുമെങ്കിൽ പോയിട്ടൊന്ന് കണ്ടു നോക്കാം. താങ്ക് യു.